ഭാഗമായി നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള കർമ്മങ്ങൾ നമുക്ക് അതിൻ്റെ ശരിയായ തനതായ രീതിയിൽ നിർവഹിച്ച് പ്രതിഫലം കരസ്ഥമാകുന്ന ലഭ്യമാകുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പെരുന്നാൾ ദിനത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രതിഫലമർഹിക്കുന്നത് അന്ന് ഉളഹിയത്ത് അറക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇമാം ഇബ്നു മാജയ്ക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഞാൻ ഇന്നലെ കേൾപ്പിക്കുകയുണ്ടായി. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ആടിനെ അറുത്തതും ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് സ്വന്തം കൈകൊണ്ട് 63 ഒട്ടകങ്ങളെ അറുത്തതും ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ ആ വർഷം ഉളഹിയത്ത് ആയി അറുത്തത് 100 ഒട്ടകങ്ങളെയാണ്. അതിൽ 100ൽ 63 എണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വന്തം കരങ്ങളെ കൊണ്ട് അറുത്തു എന്നും ബാക്കി ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു എന്നും ഹദീസിലുണ്ട്. 63 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയുസ്സിന്റെ അളവാണല്ലോ, 63 കൊല്ലമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അപ്പൊ ഹജ്ജത്തുൽ വദാഇൽ അത്രയും ഒട്ടകങ്ങൾ അറുത്തു എന്ന് കാണാം. ഇതെല്ലാം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു തആല അതിനെ കുറിച്ച് പറഞ്ഞതും സൂറത്തുൽ കൗസറിലൂടെ അല്ലാഹു കൽപ്പിച്ചതും ഒക്കെ ഞാൻ ഇന്നലെ കേൾപ്പിച്ചിരുന്നു. ഇതെല്ലാം ഈ പ്രമാണങ്ങളെ മുഴുവനും വിലയിരുത്തിക്കൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഉളഹിയത്തിനെ കുറിച്ച് 2 കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലൊന്ന് നമ്മുടെ മദ്ഹബിലെ അഭിപ്രായമായ അത് ഒഴിവാക്കൽ കറാഹത്തുള്ള സുന്നത്താണ്. അഥവാ ഉളഹിയത്തിന് സാധിക്കുന്നവൻ അത് ചെയ്യാതിരിക്കുന്നത് കറാഹത്താണ് എന്ന രീതിയിൽ ഗൗരവമുള്ള സുന്നത്താണിത് എന്ന് കാണാം. രണ്ടാമത്തെ ഒരു കാര്യം, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ പറഞ്ഞതുപോലെ ഉളഹിയത്ത് വാജിബത്താണ് എന്നതാണ്. ഉളഹിയത്ത് വാജിബത്താണ് എന്ന് പറയുന്ന മദ്ഹബാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബ്. അപ്പോൾ ഈ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ ഇത് മതി. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് നിർവഹിക്കുകയും അതുപോലെ പ്രോത്സാഹിപ്പിക്കുകയും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മഹത്വം പറയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിനെ ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു അമലാണിത്. അല്ലാഹു തആല ലക്കും ഫീഹാ ഖൈർ എന്ന് പറഞ്ഞത് കാണാം പരിശുദ്ധ ഖുർആനിൽ. ലക്കും ഫീഹാ ഖൈർ എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട മഹാന്മാരായ മഹത്തുക്കളായ ആളുകൾ അതിൻ്റെ ആശയം മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിങ്ങൾക്ക് വലിയ ഖൈറുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പിന്നെ ആ വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യമായ കാര്യമായിട്ടാണല്ലോ അതിനങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പല മഹാന്മാരും ഉളഹിയത്ത് അറുക്കാൻ വേണ്ടി കടം വാങ്ങിയിരുന്നു എന്ന് കാണാം. കടം വാങ്ങിയിട്ട് എന്താക്കുക? ഉളഹിയത്ത് അറുക്കുക. ബഹുമാനപ്പെട്ട അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹു തങ്ങൾ കടം വാങ്ങി ഉളഹിയത്ത് അറുത്തിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ കടം വാങ്ങിയിട്ടൊക്കെ ഉളഹിയത്ത് അറുക്കുന്നത്? കാശുണ്ടെങ്കിൽ ചെയ്താൽ മതിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ലക്കും ഫീഹാ ഖൈർ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പൊ ഇന്നലെ ഞാൻ ആമുഖമായി പറഞ്ഞ ഏതാനും കാര്യങ്ങൾ കേൾക്കാൻ പറ്റാത്തവരുണ്ടായേക്കാം. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അതിൻ്റെ ഗൗരവം ഇന്നലെ പറയാത്ത ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്നലത്തെ ഉളഹിയത്ത് സംബന്ധമായ നമ്മുടെ ചർച്ചയിൽ പ്രധാനമായി നാം പറഞ്ഞ ഒരു പോയിന്റ്, ആ സുന്നത്ത് വീടണമെങ്കിൽ, അത് കിട്ടണമെങ്കിൽ, ആ ഉളഹിയത്തിൻ്റെ കൂലി ലഭിക്കണമെങ്കിൽ അത് നിർവഹിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞാൽ, ഒരു വീട്ടുകാർക്ക് അത് സുന്നത്ത് കിഫായത്താണ് എന്ന് പറയുകയും ഓരോ വ്യക്തികൾക്കും സുന്നത്ത് ഐനാണ് എന്ന് പറയുകയും ചെയ്യുന്നത് കാണാം. ഇത് രണ്ടു കൂടിയാണ് പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മഹാന്മാർ വിശദീകരിക്കുന്നത്,
സുന്നത്ത് കിഫായത്താണെന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർ ചെയ്താൽ, ഒരാൾ ചെയ്താൽ ആ നിയമത്തെ അവർ പരിഗണിച്ചു എന്നായി. അതാണ് തലബ് സാക്കിത്തായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതേ സമയത്ത് അതിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ അത് നിർവഹിക്കുക തന്നെ വേണം. അപ്പോൾ ഏതായാലും അങ്ങനെ അറക്കണമെങ്കിൽ അതിൻ്റെ വയസ്സ് പരിധി ഞാൻ ഇന്നലെ പറഞ്ഞു. ആടിനും സാധാരണ എല്ലാ മൃഗങ്ങൾക്കും ചുരുങ്ങിയത് 2 വയസ്സാണ് കണക്ക്. അതായത് 2 വയസ്സുള്ളതിനെ അറുക്കാനാണ് ശ്രമിക്കേണ്ടത്. അതേ സ്ഥാനത്ത് നെയ്യാടാണെങ്കിൽ 1 വയസ്സ് തികഞ്ഞാലും മതി. ഒട്ടകമാണെങ്കിൽ പിന്നെ 5 വയസ്സ് തന്നെ തികയണം. അങ്ങനെയാണ് കാണുക. ഏതോ ആവട്ടെ, ഇവിടെ ഇനി 2 കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും പറയാൻ പോകുന്നത്. ഒന്ന്, ഉദ്ഹിയ്യത്ത് അറുക്കേണ്ട സമയം എപ്പോഴാണ്. രണ്ടാമത്, അത് അറുക്കേണ്ട മൃഗത്തിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും പറയുന്നത്. ഒന്നാമത്തത് ഉദ്ഹിയ്യത്തിൻ്റെ സമയം. പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചു ഉയർന്നത് മുതൽ അയ്യാമുത്ത ശരീഅത്തിന്റെ അവസാനം വരെയാണ് എന്ന് പല കിതാബുകളിലും കാണാം. ഫതുഹുൽ മുഈൻ എല്ലാം പറയുന്നത് വഖ്തുഹാ മിൻ ഇർതിഫാഇ ശംസി നഹരിൻ ഇലാ ആഖിരി അയ്യാമി തശ്രീഖ് എന്നാണ്. അതായത് ഉദ്ഹിയ്യത്ത് അറുക്കേണ്ട സമയം പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചു ഉയർന്നത് മുതൽ അയ്യാമുത്ത് ശരീഅത്തിന്റെ അവസാന ദിവസം വരെയാണ്. അയ്യാമുത്ത് ശരീഅത്തിന്റെ അവസാന ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 13 ആണല്ലോ. അതുവരെയാണ് സമയത്തിന്റെ എൻഡ് അവിടെയാണ്. എന്നാൽ അതിന്റെ തുടക്കം പറയുന്നത് സൂര്യൻ ഉദിച്ച് ഉയർന്നത് മുതൽ. ഉയരുക എന്ന് പറഞ്ഞാൽ 7 മുഴം ഉയരുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അതിന്റെ സമയം. അങ്ങനെ കിതാബുകളിൽ കാണും. പക്ഷേ അവിടെ തന്നെ ആ വിവാദത്തിനെ വിശദീകരിച്ചുകൊണ്ട് പല ആലിമീങ്ങളും രേഖപ്പെടുത്തിയത് കാണാം. ഈ പറഞ്ഞിട്ടുള്ളത് അഫ്ളലായ സമയമാണ്. ഉദ്ഹിയ്യത്ത് വീടാന് സൂര്യൻ ഉദിച്ച് ഒരു ചെറിയ 2 റക്അത്ത് നിസ്കാരവും ചെറിയ 2 ഖുതുബയും നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞാൽ അയാൾക്ക് ഉദ്ഹിയ്യത്ത് അറുക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ ഈ നിസ്കാരത്തിന്റെ മുമ്പ് ഉദ്ഹിയ്യത്ത് അറുക്കാൻ സമ്മതം ചോദിച്ചവരും അറുത്തവരും എല്ലാം ഉണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, നിസ്കാരത്തിന്റെ മുമ്പ് നിങ്ങൾ അറുത്താൽ നിങ്ങൾക്ക് ഇറച്ചിയായി എന്നല്ലാതെ അതുകൊണ്ട് ഉദ്ഹിയ്യത്തിന്റെ പ്രതിഫലം കിട്ടൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് അതിന്റെ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും നല്ലത് പെരുന്നാൾ ദിവസം തന്നെ അറുക്കലാണ്. നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഏറ്റവും നല്ലത്. നിസ്കാരത്തിന് ആവശ്യമായ ഖുതുബക്കും ആവശ്യമായ സമയം കഴിയാതെ അറുത്താൽ ആ അറവ് തന്നെ ശരിയാകൂല. നിസ്കാരം നിർവഹിച്ചതിന്റെ ശേഷം അറുക്കലാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല പെരുന്നാളിന്റെ അന്ന് തന്നെ അറുക്കലുമാണ് അഫ്ളൽ. അത്ര മാത്രമേ അതിന് ദിവസമുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ട ആലിമീങ്ങളും ഉണ്ട്. ഉദ്ഹിയ്യത്ത് അറുക്കാൻ ആകെ നിശ്ചയിക്കപ്പെട്ട സമയം പെരുന്നാളിന്റെ അന്ന് മാത്രമേ ഉള്ളൂ, അത് അയ്യാമത്ത് ശരീഅത്തിന്റെ ദിവസങ്ങളിലേക്ക് നീട്ടിവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരുമുണ്ട്. അപ്പൊ അഭിപ്രായങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് പെരുന്നാൾ ദിവസത്തിൽ തന്നെ അത് നിർവഹിക്കലാണ് ഏറ്റവും നല്ലത്. ദുൽഹിജ്ജ 13 വരെ അതിന് സമയമുണ്ടെങ്കിലും. അതുപോലെ രാത്രിയും പകലും എല്ലാം അറക്കാം, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ രാത്രി അറുക്കൽ കറാഹത്താണെന്ന് മാത്രം. ഈ പറഞ്ഞ ദിവസങ്ങളിൽ രാത്രി അറുത്താലും പകലറുത്താലും ഉദ്ഹിയ്യത്ത് പോലും, പക്ഷെ രാത്രി അറുക്കുന്നത് കറാഹത്തായതുകൊണ്ട് അയ്യാമുത്ത് ശരീഅത്തിന്റെ പകലുകളിലോ പെരുന്നാൾ ദിവസത്തിന്റെ പകലിലോ തന്നെ അറുക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരാള് ഉദ്ഹിയ്യത്ത് അറുക്കാൻ വേണ്ടി നേർച്ച, അങ്ങനെ വാജിബായ ഉദ്ഹിയ്യത്ത് പെരുന്നാൾ ദിവസത്തിൽ അറുത്തില്ല, അയ്യാമുത്ത് ശരീഅത്തിലും അറുത്തില്ല. എന്നാൽ പിന്നെ വൈകാതെ അതിനെ അറുക്കൽ നിർബന്ധമാണ്. അത് ഖലാഹ് വീട്ടലായി പരിഗണിക്കപ്പെടും. കേട്ടോ? അപ്പൊ ഏതൊരാണേലും നമ്മൾ അതിന്റെ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഖലാഹ് വീട്ടണമല്ലോ. നിർബന്ധമായ അമലാണെങ്കിൽ നിർബന്ധമായും ഖലാഹ് വീട്ടണം, സുന്നത്തായ അമലാണെങ്കിൽ സുന്നത്തായി ഖലാഹ് വീട്ടണം. ഒരു സമയം നിശ്ചയിക്കപ്പെട്ട അമലിൽ സുന്നത്താണെങ്കിലും നിർബന്ധമാണെങ്കിലും അതിന്റെ സമയത്ത് അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഖലാഹ് വീട്ടാവുന്നതാണ്. അപ്പോ നമ്മള്
ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ അറുക്കൽ നടന്നില്ല എങ്കിൽ നേർച്ചയാക്കിയതിനെ വൈകാതെ തന്നെ അറുക്കേണ്ടതാണ്. കാരണം അത് നിർബന്ധമാണ്. അതുകൊണ്ട് ആ ദിവസം എന്താക്കണം, അതിനെ അറുക്കണം. പിന്നെ ഇനി നിങ്ങൾ നോക്ക്, ഇനി പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇനി ഇതിലെന്തെങ്കിലും വിശദമായ കാര്യങ്ങൾ പറയാതെ പോയതുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കേണ്ടവർക്ക് ഇത് ചോദിക്കാവുന്നതാണ്. അത് ക്ലാസ് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയും. പിന്നെ വേറെ ഒരു വിഷയമുള്ളത്, ഈ പറഞ്ഞ ഉദ്ഹിയ്യത്തിൻ്റെ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഒട്ടകവും മാടും 7 ആളുകളെ തൊട്ട് മതിയാകുന്നതും, എന്നാൽ ആട് ഒരാളെ തൊട്ട് മാത്രം ആകേണ്ടതും ആണ്. മനസ്സിലായോ? നമുക്ക് സാധാരണ അറിയാവുന്ന മസലയാണ്. ഉദ്ഹിയ്യത്തിൻ്റെ മൃഗം ആകുന്ന ആട് അത് ഒരാളെ തൊട്ട് മാത്രമേ അറുക്കാൻ പറ്റൂ. ഒരാടിനെ അറുക്കുക. അതേ സമയത്ത് ഒട്ടകമോ മാടോ ആണെങ്കിൽ അതിൽ 7 ആളുകൾക്ക് പങ്കാവുന്നതാണ്. 7 ആളുകൾക്ക് പങ്കാവും. ഇത് കേൾക്കാൻ വളരെ എളുപ്പമുള്ളൊരു മസലയാണ്. കേൾക്കാൻ വളരെ എളുപ്പമുള്ളൊരു മസലയാണ്. പക്ഷേ അതിൽ ഒരുപാട് അബദ്ധങ്ങൾ സാധാരണ നമ്മുടെ നാടുകളിൽ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്താ അങ്ങനെ പറഞ്ഞതെന്നറിയോ? ഒരാടിനെ അറുക്കുമ്പോൾ അതിൽ ഒരാൾക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിച്ച ആൾക്ക് ഒരു ഒട്ടകത്തെ അറുക്കുന്നതിനേക്കാളും അഫ്ളൽ 7 ആടുകളെ അറുക്കലാണ് എന്ന് കാണാം. ഏറ്റവും നല്ലത് 7 ആടുകളെ അറുക്കലാണ്. 7 ആടുകൾ അറുക്കുക. അത് അറുക്കണില്ലെങ്കിൽ എന്താക്കുക? 7 ആടുകൾ ഒരു പോത്തിൻ്റെ സ്ഥാനത്താണല്ലോ, ഒരു മാടിൻ്റെ സ്ഥാനത്താണല്ലോ. അതുകൊണ്ട് 7 ആടിനെ അറുക്കലാണ് ഏറ്റവും അഫ്ളൽ. അല്ലെങ്കിൽ പിന്നെ ഒരു ഒട്ടകത്തെ അറുക്കലാണ് 2ാം സ്ഥാനത്തുള്ളത്, മാടിനെ അറുക്കലാണ് 3ാം സ്ഥാനത്തുള്ളത്, ഒരാടിനെ അറുക്കലാണ് 4ാം സ്ഥാനത്തുള്ളത്, 7ൽ ഒരു പങ്കാളിയാകലാണ് 5ാം സ്ഥാനത്തുള്ളത്. മനസ്സിലായി? ഇങ്ങനെ 5 കാറ്റഗറികളായിട്ടാണ് ഉദ്ഹിയ്യത്തിൻ്റെ ദർജ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ 7 ആളുകൾക്ക് പങ്കാകാം എന്ന് പറഞ്ഞെടുത്ത് ചില ആനുകൂല്യങ്ങൾ, ആടിനെ പറ്റി ചർച്ചല്ല, ആടിൽ ഒരാൾക്കേ പറ്റുള്ളൂ. അതേസമയത്ത് മാട്ടിറച്ചിയിലും മാടിലും അതുപോലെ തന്നെ ഒട്ടകത്തിലും 7 ആളുകൾക്ക് പങ്കാകാം എന്ന് പറഞ്ഞല്ലോ. അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, നമ്മുടെ നാടുകളിൽ സാധാരണ നടക്കാറുള്ളത്, ഒരു നാട്ടിൽ ഉദ്ഹിയ്യത്ത് അറുക്കാൻ നിശ്ചയിച്ചാൽ അതിൻ്റെ പരസ്യം ഇങ്ങനെ എഴുതിയിരിക്കും, അല്ലേ? അതിൻ്റെ പരസ്യം എഴുതിയിരിക്കും, ഉദ്ഹിയ്യത്തിലേക്ക് ഷെയർ കൂടണം എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം എഴുതിയിരിക്കും. അങ്ങനെ പരസ്യം എഴുതിയേക്കുമ്പോൾ ആ നമ്പറിൽ വിളിച്ചിട്ട് എൻ്റെ വക ഒരു ഷെയർ എന്ന് ഓരോരുത്തർ പറയും. അപ്പോൾ ഷെയറിന് എത്ര പിന്നെ വരിക, ഒരു ഷെയറിന് എത്ര കാശ് വരും എന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 4000 രൂപ എന്ന് പറയും. അങ്ങനെ 4000 രൂപ വെച്ചിട്ട് ഒരു 10 ആളോട് അല്ലെങ്കിൽ ഒരു 20 ആളോടാണ്ട് പിരിക്കും. അപ്പം എത്ര റുപ്യായി? 4000 രൂപ വെച്ചിട്ട് 20 ആളോട് പിരിച്ചാൽ എത്ര റുപ്യായി? കണക്കറിയാവുന്നത് കണക്കറിഞ്ഞവരൊക്കെ ഇവിടെ ഉണ്ട്. ആയിക്കോട്ടെ, 80,000 റുപ്യ അല്ലേ? 80,000 റുപ്യ. എത്ര ആളോടാ പിരിച്ചേ? 20 ആളോട്. ആ 20 ആളോട് പിരിച്ചിട്ട് 80,000 റുപ്യക്ക് ചെന്ന് നോക്കുമ്പോൾ 30,000 റുപ്യേൻ്റെ 2 മാടിനെ കിട്ടി. 30,000 റുപ്യ. അപ്പോൾ 60,000 റുപ്യ തീർന്നു. ബാക്കി 20,000 റുപ്യ ഉണ്ട്. ആ 20 റുപ്യക്ക് എന്താക്കി? ഒരു ചെറുതിനെയും വാങ്ങി. ചെറുത് എന്ന് പറഞ്ഞാൽ ഉദ്ഹിയ്യത്തായി പരിഗണിക്കപ്പെടണമെങ്കിൽ വയസ്സ് തികയണം.
അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വയസ്സ് തികയണം. അതേ സ്ഥാനത്ത് ശാരിഅ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത അനുമതി പ്രകാരം ചില വ്യക്തികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇളവ് കൊടുത്തിട്ടുണ്ടാകും. സഹാബികളുടെ കൂട്ടത്തിൽ 3 പേർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1 വയസ്സ് തികയാത്ത കോലാടിന്റെ കുട്ടിയെ അറുക്കാൻ സമ്മതം കൊടുത്തിരുന്നു എന്ന് കാണാം. ഉദയ്യത്തിന്റെ മസല വിഷയങ്ങൾ നോക്കുന്നിടത്ത് കാണാൻ കഴിയും. സഹാബത്തിന്റെ കൂട്ടത്തിൽ 3 പേർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയ്യത്തിന് ഒരിക്കൽ സമ്മതം കൊടുത്തപ്പോൾ ചെറിയ കോലാടിന്റെ കുട്ടിയെ അറുക്കാം, അതിന് സമ്മതം കൊടുത്തിരുന്നു. നമ്മൾ ഇന്നലെ വിശദമായും ഇന്ന് സൂചിപ്പിച്ചും പറഞ്ഞല്ലോ. ഇന്ന് വളരെ ഹ്രസ്വമായും പറഞ്ഞു. ഈ അറക്കപ്പെടുന്ന ഒരുവിൻ്റെ പ്രായം എത്രയാകണം എന്ന നിയമം. അത് പറഞ്ഞപ്പോൾ കോലാടിന് എത്ര വയസ്സാകണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് അടിക്കിട്ടോ. ഈ ക്ലാസ് നിലനിൽക്കണമെങ്കിൽ തന്നെ നിങ്ങളിങ്ങനെ ഈ ചോദിക്കണേന് ജവാബ് ആരെങ്കിലൊക്കെ അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ ക്ലാസ് തന്നെ എന്താവും, അവസാനം ഇല്ലാതാകെ നോക്കിട്ടാണ് പോക്കുണ്ടാവും. 2 വയസ്സ് തികയണം എന്നാണ് പറഞ്ഞത് അല്ലേ? 2 വയസ്സ് തികയണം എന്നാണ് പറഞ്ഞത്. അതെ, അതാണ് ഇത് ശരി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമാർക്ക് ഈ ഉദ്ഹിയ്യത്തിന്റെ അറവിന് സമ്മതം കൊടുത്തപ്പോൾ വയസ്സ് തികയാത്തതിനെ അറക്കാൻ വേണ്ടി സമ്മതം കൊടുത്തിക്കണമെന്ന് കാണാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ്. അത് ഞമ്മക്ക് നടക്കൂല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താവില്ല, അത് ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഇറക്കുമ്പോൾ ഈ പറഞ്ഞ പ്രായപ്രകാരം ഉള്ളത് തന്നെ ഇറക്കണം. അല്ലാത്തത് പറ്റൂല എന്നർത്ഥം. പിന്നെ ഇവിടെ കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ആളുകൾക്ക് പിന്നെ ഇങ്ങനെ വയസ്സ് കുറച്ച് കൊടുത്തിരുന്നു എന്ന് ചില കിതാബുകളിലൊക്കെ കാണാം. അതിൽ ഒന്ന് സെയ്ദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആണ്, പിന്നെ വേറെ ഒന്ന് അബൂ അംറ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഈ 3 സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായിരുന്നു, പിന്നെ വയസ്സ് കുറഞ്ഞ ആട്ടിൻകുട്ടിയെ അറക്കാൻ സമ്മതം കൊടുത്തിരുന്നു. അപ്പോൾ അത് ഒരു പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് അങ്ങനെ അറക്കാൻ സമ്മതം കൊടുത്താൽ അയാൾക്കത് അറക്കാം എന്നല്ലാതെ നമുക്ക് അതിന് പറ്റണമെങ്കിൽ തീർച്ചയായും എന്ത് വേണം, പിന്നെ നമ്മളെ ഉദ്ഹിയ്യത്ത് ശരിയാകണമെങ്കിൽ തീർച്ചയായും അതിന് വയസ്സ് കഴിഞ്ഞിരിക്കണം. വയസ്സ് കഴിയാത്തതിനെ അറക്കാൻ പറ്റൂല. അതാ അബൂബുർദ കേട്ടോ. ഒന്ന് അബൂബുർദ റളിയല്ലാഹു അൻഹു, മറ്റേത് സെയ്ദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. ഈ 3 സഹാബിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് കൊടുത്തിരുന്നു. അപ്പൊ നമ്മൾ വയസ്സ് കുറഞ്ഞതിനെ അളക്കുക, ചെറുത് എന്ന് പറഞ്ഞാലും വയസ്സ് തികയണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞെന്ന കണക്കനുസരിച്ച് 80,000 റുപ്യക്ക് 30,000-ന് 2 എണ്ണത്തിന് വാങ്ങി. ബാക്കി 20,000-ന് വയസ്സ് തികഞ്ഞ മറ്റൊരു ചെറുതിനെ വാങ്ങി. അപ്പൊ 3 മൃഗങ്ങളായി. ഇവിടെ എത്ര ആളുണ്ട്? നമ്മളെ എത്ര ആളോടാ ഇപ്പൊ കാശ് വാങ്ങിയ? 4,000 റുപ്യ വെച്ച് വാങ്ങി എത്ര ആളോടാ? 20,000 റുപ്യ 20 ആളോട് ആണ് 4,000 റുപ്യ വീതം വാങ്ങിയത്. അപ്പൊ 3 മൃഗങ്ങളുമായി. പിന്നെ 2 എണ്ണത്തിൽ 14 ആള്, 7 14 ആള് ഷെയർ. ബാക്കിയുള്ള 1-ൽ 6 ആളും ഷെയർ. അങ്ങനെ ഷെയർ നിശ്ചയിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള തുക അവരവരിൽ നിന്ന് ഈടാക്കിയിട്ടാണെങ്കിൽ മാത്രമേ ഉദ്ഹിയ്യത്ത് ശരിയാവുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ 20 ആളോട് വാങ്ങിയല്ലോ, അതുകൊണ്ട് ഓരോരുത്തരോടും 4,000 റുപ്യം വാങ്ങി, 3 പോത്തിനെയും വാങ്ങി, 3-നെയും കൂടി അറുത്തു. എന്നാൽ പിന്നെ 20 ആളോ ഉദ്ഹിയ്യത്തും ശരിയാവില്ല എന്നപ്പോ പറഞ്ഞു. ഇനി 20 പോട്ടെ, കൃത്യമായി 14 ആളിൽ നിന്ന് കാശ് വാങ്ങി.
14 ആളിൽ നിന്ന് കാശ് വാങ്ങി കേട്ടോ. ആ കാശ് വാങ്ങിയപ്പോൾ 4000 രൂപ വെച്ച് 14 ആളിൽ നിന്ന് വാങ്ങി. 4000 രൂപ വെച്ച് 14 ആളിൽ നിന്ന് വാങ്ങി എത്ര റുപ്യ ഉണ്ടാവും? 14 ആളിൽ നിന്ന് 4000 റുപ്യ വെച്ച് കഴിഞ്ഞാൽ 56,000 റുപ്യ ഉണ്ടാവും അല്ലേ? കണക്കറിഞ്ഞതൊന്നും ഇല്ലേ? 56,000 റുപ്യ ഉണ്ടാവും. അങ്ങനെ ഈ പൈസക്ക് തന്നെ 2 പോത്തിനെ പോയി വാങ്ങി അറക്കാൻ വേണ്ടി. എന്നിട്ട് ആ 2 പോത്തിനും കൂടി അറുത്തു. എന്നാലും ശരി, ആരുടെയും ഉളുഹിയ്യത്ത് ശരിയാകൂല എന്നാണ് നിയമം. എന്താണ് ഇതിന്റെ കാരണം? എന്നറിയോ? ഇപ്പൊ മൊത്തം 2 ഒട്ടകത്തിൽ 2 പോത്തിൽ 14 ആൾക്കാർ പങ്കെടുക്കണം. ആ പോത്ത് എന്താക്കിയിട്ടില്ല, നിർണയിച്ചിട്ടില്ല. അപ്പൊ 2ലും എല്ലാവർക്കും പങ്കുണ്ട്. അപ്പൊ 1ന്റെ 7/1 എന്നതിന് പകരം 2 14/1 വീതം എന്നാണ് ഇപ്പോൾ കണക്ക് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കണക്ക് മനസ്സിലാവുണ്ടോ? ഈ വെള്ളിയാഴ്ച മദ്രസയിൽ ഞായറാഴ്ച സ്കൂളിലും പോയ ആൾക്കാർക്ക് ഇത് തിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അവരെന്നോട് ശ്രമിക്കുക. അപ്പൊ എന്താ പറഞ്ഞ് ഒരാൾക്ക് 1ന്റെ 7/1 എന്നതിന് പകരം 2ലും ഈ 20 ആളുകൾക്കും പങ്കാളിത്തമുണ്ട്. എങ്ങനെ 2ലും പങ്കാളിത്തം വന്നത്? ഓരോന്നിന്റെ 14/1 എന്ന പങ്കാളിത്തമാണ് വന്നത്. അതുകൊണ്ട് ആരുടെയും ഉളുഹിയ്യത്ത് ശരിയാവുകയില്ല എന്നതാണ് നിയമം. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന പല ഉളുഹിയ്യത്തിന്റെ രീതികളിലും വലിയ അബദ്ധം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, ചിലയിടത്ത് നേരത്തെ പറഞ്ഞ പോലെ ബോർഡ് വെക്കും, ഉളുഹിയ്യത്ത് ഇറക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുകയാണ്. ആ നമ്പറിൽ ബന്ധപ്പെട്ടവന് ഇത്ര ഉറുപ്യ വേണമെന്ന് പറയും. ആ ഉറുപ്യക്കനുസരിച്ച് എന്താവും, പോത്ത് ഒന്നിച്ചു കൊടുക്കും, അതിനെ ഒന്നിച്ചങ്ങ് അറക്കും. അങ്ങനെ അറക്കാൻ പറ്റൂല. അപ്പോ തെറ്റായ രീതികൾ വിശദീകരിക്കുന്നതിന് പകരം എന്താണ് അവർക്ക് ശരിയായ രീതി എന്ന് പറയാം. ശരിയായ രീതി എന്താ പറയുക? ഒരു പോത്തിന് 7 ആളുകളെ പങ്കാളികളാക്കുക. അപ്പൊ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4000 ഷെയർ തുക എന്ന് നേരത്തെ നിശ്ചയിക്കാൻ പാടില്ല. സുമാറ് പറയാം. സുമാറ് 4000 കാണുന്നത്. ചിലപ്പോൾ കിട്ടണ പോത്തിനനുസരിച്ച് ചിലപ്പോൾ ഉണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ആ നിലക്ക് പറയാം. അങ്ങനെ പറഞ്ഞാല് പോത്തിനെ വാങ്ങി നോക്കുമ്പോ 4000-ന് തുല്യമായിട്ട് ഒരു പോത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടുമോ? 28,000 റുപ്യ തന്നെ ഒരു പോത്തിന്റെ വില എന്ന് പറയാൻ പറ്റുമോ? മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് നമുക്ക് സുമാറ് കണക്കെടുക്കാം. പക്ഷെ വാങ്ങുമ്പോ ചിലപ്പോ മാർക്കറ്റ് റേറ്റ് ആയിക്കൊള്ളുന്നില്ലല്ലോ. അത് ഞാൻ പറഞ്ഞത്. സുമാറ് കണക്ക് പറയാം. മാർക്കറ്റ് റേറ്റ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ സുമാറ് കണക്ക് പറയുന്നത്. അവ 4000 എന്ന് പറയാം. പക്ഷേ ഒരു പോത്തിനെ വാങ്ങാൻ ചെന്ന് നോക്കുമ്പോൾ ആ പോത്തിനെ കിട്ടിയത് 30,000 റുപ്യക്കാണ്. അപ്പൊ ഞാൻ 2,000 റുപ്യ കൂട്ടണം. ഈ 2,000 റുപ്യ കൂടി ഈ 7 ആളുകൾക്ക് തുല്യ ഷെയറിൽ കൊടുക്കണം. 7 ആളുകൾ കൊടുക്കണം. അപ്പോഴേ ഈ പറഞ്ഞ 7 ആളുകൾക്കും ഒരു വിഹിതം ആവുകയുള്ളൂ. 7/1 ആവുകയുള്ളൂ. അല്ല, ബാക്കി വരുന്ന 2,000 അല്ലാതെ ഞാൻ എടുത്തോളാം ഒരാളുണ്ട് പറഞ്ഞു. ഇത് 28,000 റുപ്യ ഈ 7 ആൾക്കാർ വിരിച്ചു കൊടുത്തു. ബാക്കി വാങ്ങാൻ ചെന്ന് നോക്കുമ്പോൾ പോത്തിന് 30,000 റുപ്യാണ്. അപ്പൊ പറഞ്ഞു 2,000 റുപ്യന്റെ കുറവല്ലുള്ളൂ, അത് ഞാൻ എടുത്തോളാം എന്ന് പ്രസിഡന്റ്. ചില പ്രസിഡന്റുമാർ അങ്ങനെ പറയും. അപ്പൊ എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ, രാജേരടുത്ത് കുറച്ച് നിയമത്തൊക്കെ ഉള്ളതാണല്ലോ, മുപ്പരെടുക്കുകയാണെങ്കിൽ അങ്ങനെ നടന്നോട്ടെ, ഇനിയിപ്പോ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോ അവരോട് ഇനി 2ാമത് എന്ന് ചോദിക്കണ്ട എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രസിഡന്റിന്റെ ഉളുഹിയ്യത്ത് മാത്രം ശരിയാവും. കാരണം അയാൾക്കാണിപ്പോ നേരത്തെയുള്ള 4000-ലേക്ക് ഇപ്പൊ 2,000 കൂട്ടിയപ്പോ അയാൾക്ക് തീർച്ചയായും 7/1 എന്ന വിഹിതം ശരിയായി. ബാക്കിയുള്ളത് എന്തായില്ല, ബാക്കിയുള്ള ആരെ ഉളുഹിയ്യത്തും അതിൽ ശരിയാവില്ല. അപ്പോ 7/1 വീതം അത് അവസാനം വാങ്ങിയാൽ മതിയോ? അവസാനം വാങ്ങിയാലൊക്കെ മതി. അവസാനം പറഞ്ഞാൽ മനസ്സിലായില്ല, പിന്നെ അറവുണ്ടൊക്കെ കഴിഞ്ഞിട്ടോ. അതായത് ഇതിന്റെ ശരിയായ രീതി എന്താണ്, കാശ് എപ്പോൾ വാങ്ങുന്നു എന്നതല്ല.
കാശ് എപ്പോൾ വാങ്ങുന്നു എന്നതല്ല. എല്ലാവർക്കും ഉള്ള പങ്കാളിത്തം 1/7 കുറയാൻ പാടുള്ളതല്ല. അപ്പൊ 30,000 രൂപയാണ് പോത്തിന്റെ വിലയെങ്കിൽ നേരത്തെയുള്ള 4,000-ലേക്ക് ഇത്ര കൂടി കൂട്ടണം. അത് ഓരോരുത്തരോടും പറയണം. മനസ്സിലായോ? അത് വാങ്ങൽ പിന്നീടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ വിഹിതം ഇത്രയാണെന്ന് തീർച്ചയായും തീർത്തു പറയാൻ പറ്റില്ല. നേരത്തെ തന്നെ തീർത്തു പറയാൻ പറ്റൂല. 4,000 രൂപ നിങ്ങൾ തരേണ്ടതെന്ന് പറഞ്ഞിട്ടാണ്ട് വിഹിതം വാങ്ങാൻ പറ്റില്ല. സുമാർ 4,000 നമ്മൾ കണക്കാക്കുന്നത്. അത് പോത്തിനെ വാങ്ങുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും പറയും. ഇപ്പൊ ചില നാടുകളിൽ എന്താ നടക്കില്ല നിങ്ങൾ ഈ പറഞ്ഞ മാതിരി കുറെ തിരുവെടുത്തിട്ട് 1,00,000 ഉറുപ്പ്യ ഉണ്ടാക്കും. അതിൽ കുത്ര 4-5 വാങ്ങിക്കൊണ്ടിരും, ഒന്നായിട്ടത് അറക്കും. അങ്ങനെ അറത്താൽ ആർക്കും വിഹിതത്ത് കിട്ടൂല, ഇറച്ചി എല്ലാവർക്കും കിട്ടും. അതാപ്പൊ പറഞ്ഞതിന്റെ പൊതുവ്. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞ്? ഇനി വേറൊന്നുകൂടി ഇതിന് ശ്രദ്ധിക്കേണ്ടത് എന്താ? ഉലുഹിയ്യത്തിനെ അറുക്കാൻ വേണ്ടി മൃഗത്തെ കൊണ്ടുവന്നാൽ ആ മൃഗത്തെ പരിപാലിക്കേണ്ട ബാധ്യത അറുക്കുന്നത് വരെ അതിന്റെ ഉടമക്കാണ്. ആരാ ഉടമ? വാങ്ങിക്കൊണ്ടുവന്ന്, അതായത് അതിന്റെ മുതലാളി. ആരാ മുതലാളി? ഒരു പോത്ത് 7 ആളുകൾ കൂടി വാങ്ങിയാൽ 7 മുതലാളിമാരുണ്ട്. തുല്യ പങ്കുള്ള 7 മുതലാളിമാരുണ്ട്. ഈ 7 മുതലാളിമാരുടെ ബാധ്യതയാണ് ആ പോത്തിനെ നോക്കല്. അപ്പൊ ചില നാടുകളിൽ ഉലുഹിയ്യത്തിന്റെ പോത്തിനെ കൊണ്ടുവന്ന് പോറ്റാനും അതിന് പുല്ലും വെള്ളം കൊടുക്കാനും അതിനെ കൊണ്ടെടുക്കാനൊക്കെ ഉള്ള ചെലവിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പിരിവെടുക്കും. അത് പറ്റില്ല. മനസ്സിലായോ? ആ പോത്തിനെ പോറ്റേണ്ട ബാധ്യത അതിന്റെ ഉടമകൾക്കാണ്. ആരാണോ ഉലുഹിയ്യത്ത് ഇറക്കാൻ വേണ്ടി അതിനെ വാങ്ങിക്കൊണ്ടുവന്നത്, അതിനാരാണോ കാശ് മുടക്കിയത്, അതിന്റെ ഉടമ ആരാണോ അവനാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യണം. ഇനി അതില് കൂടുതൽ വിശദീകരണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ. അങ്ങനെ 6-1 പറ്റൂലേ? അത് വേറൊരു സംശയം. അതൊക്കെ പറ്റും. അത് പറ്റുമെന്ന് പറഞ്ഞാല് 7-1 ഉലുഹിയ്യത്താവും. 7-1 ഉലുഹിയ്യത്താവും. അതിന്റെ സാധ്യതയുള്ളത് സുന്നത്ത്. പിന്നെ 7-1 കഴിയില്ലല്ലോ. അതായത് ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ 7 ആളുകൾ കൂടിയിട്ട് അല്ലെങ്കിൽ 7 ആളുകൾ കൂടിയിട്ട് തുല്യ വിഹിതം വെച്ചാൽ അവിടെ പിന്നെ സംശയിക്കാനൊന്നുമില്ല. അതേ സമയത്ത് ഒരു സ്ഥലത്ത് ഉലുഹിയ്യത്തിന്റെ മൃഗത്തെ നോക്കിയപ്പോ ഷെയർ കൂടാൻ 6 ആളെ കിട്ടിയുള്ളൂ. ഷെയർ കൂടാൻ ആകെ കിട്ടിയ എത്ര ആളെ? 6 ആളെ. ഈ 6 ആളുകൾ തീരുമാനിച്ച് ഞങ്ങൾ തുല്യമായി ഇതിന്റെ കാശ് കിട്ടോളാം. കുഴപ്പമൊന്നുമില്ല. 6 ആളുകൾക്കും ഉലുഹിയ്യത്തിന്റെ വിഹിതം കിട്ടും. ബാക്കി വരുന്ന ഒരു വിഹിതം ഉണ്ടല്ലോ, അത് എല്ലാവരുടെയും തുല്യമായ സിയാദത്തിലേക്ക് പോകും. അതായത് ഉലുഹിയ്യത്തിന്റെ പുറമെ ഉള്ളതിലേക്ക് പോകും. അങ്ങനെയാകാം. ഇനി രണ്ടാമതിന് വേറൊരു രീതിയിലുള്ളത് എന്താ? 6 ആളുകളെ മാത്രം കിട്ടിയപ്പോ ഒരാൾ 2 ഷെയർ എടുക്കുക, ബാക്കിയുള്ളവരൊക്കെ ഓരോ ഷെയർ എടുക്കുക. എന്നാലും അപ്പൊ ഒരാൾക്ക് 2 7-1 ബാക്കിയുള്ളവർക്കൊക്കെ ഓരോ 7-1. ഇടക്ക് വേറെ സൗണ്ട് എന്തോ കേൾക്കുന്നുണ്ടോ? അതുണ്ടാവും. കാരണം നമ്മളവിടെ ക്ലാസ് എടുക്കുകയാണെന്നുള്ളത് ജിന്നക്കൊന്നും അറിയില്ലേ. ഓരെങ്ങനെ അവിടെ നിന്ന് വെച്ചുണ്ടായി കൊണ്ടെത്തും. അപ്പൊ നിങ്ങൾ എന്താക്കണ്ട, അതിൽ വിഷയാക്കണ്ട. ഇനി എന്താ പറഞ്ഞേ? ഇപ്പൊ ആ നിയമം മനസ്സിലായല്ലോ. അപ്പൊ ആ രീതിയിൽ അത് വീതം വെക്കണം. അപ്പൊ 6 ആളായാലും കുഴപ്പമൊന്നുമില്ല. അവിടെ ഫാൻ ഇട്ടിട്ടില്ല. ഫാനോട് ഇടാതെ വീട്ടുന്നത് വേറെ സൗണ്ടൊന്നും വരണ്ടെന്ന് വെച്ചിട്ടാക്കുന്നു. വലിയ ചൂടില്ല വയനാട്ടിലല്ലേ. പിന്നെ ഇനി വേറെ ഒന്ന്, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? 7-1 പറ്റുമെന്ന് പറഞ്ഞല്ലോ. 7-1 പറ്റും എന്ന് പറഞ്ഞത് ഇപ്പോ എല്ലാവരും ഉലുഹിയ്യത്തിന്റെ വിഹിതത്തിൽ തന്നെ പങ്കാളികളെ കൊള്ളണം എന്നില്ല. പോത്തിനെ വാങ്ങിക്കൊണ്ടുവന്നു, 7 ആള് പങ്കാളികളായി അറക്കാൻ തീരുമാനിച്ചു. അപ്പൊ നോക്കുമ്പോൾ ഒരാൾ അറക്കുന്നത് ഉലുഹിയ്യത്തല്ല. ഇതെന്താ? അയാളെ കുട്ടിന്റെ അഖീഖത്ത് അറക്കത്തില്ലേനു, അതാണ് അയാളെ നീയത്ത്. പറ്റും, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരാൾ തന്നെ 2 വിഹിതം കൂടി 7-ൽ,
അയാള് ഉദ്ദേശിച്ചത്, അയാളുടെ നിയ്യത്ത് ഒരു വിഹിതം ഉളുഹിയത്തും മറ്റൊരു വിഹിതം കുട്ടിയുടെ അഖീഖത്തും എന്നാണ്. കുഴപ്പമില്ല. 6 ആളും കുട്ടിന്റെ അഖീഖത്താണ് ഇറക്കുന്നത്, ഒരാൾ മാത്രം അയാളുടെ വിഹിതം ഉളുഹിയത്താണ്, എന്നാലും കുഴപ്പമില്ല. 7 കുറയാൻ പാടില്ല എന്നുള്ളൂ. ഇനി അഖീഖത്തും ഉളുഹിയത്തും രണ്ടും വിവാദത്തിന്റെ ഭാഗമാണല്ലോ. എന്നാ അപ്പോൾ പിന്നെ സംഭവിക്കണം അങ്ങനല്ല. എങ്ങനെ? പെരുന്നാളൊക്കെയാണല്ലോ. അപ്പൊ ഒരു പോത്തിനെ വാങ്ങിക്കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് വാങ്ങാൻ വയ്യ. 2-3 ആളുകൾ മാത്രം അത് വാങ്ങാൻ വേണ്ടി മുന്നോട്ട് വന്നു. 3 ആളുകൾ 7-1 മാത്രം എടുത്തു. അതിൽ കൂടുതൽ അവർക്ക് എടുക്കാൻ വയ്യ. ബാക്കി എത്ര ബാക്കിയുണ്ട്? 4 ഓരി ബാക്കിയുണ്ട്. ഈ 4 ഓരി കച്ചവടക്കാരനെ കണ്ടു. അയാൾ പറഞ്ഞു, ആ 4 ഓരി ഞാൻ കൂടിത്തരാം, ഉളിയത്തായിട്ടല്ല, എനിക്ക് വിൽക്കാനുള്ള കച്ചവടത്തിനാണെന്ന് പറഞ്ഞു. എന്നാലും പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ഷെയറായാലും ഈ 3 പേരുടെ ഓഹരി ഉളുഹിയത്തായി പരിഗണിക്കുന്നതിന് മറ്റേ ആള് കച്ചവടത്തിന് വേണ്ടി അതിൽ ഷെയർ കൂടി എന്നത് തടസ്സമല്ല. അതാണ് ഇപ്പൊ പറഞ്ഞ മസല. അപ്പൊ ഇങ്ങനെയൊക്കെ 7-ൽ 1 വിഹിതം എന്ന നിലക്ക് ഉളുഹിയത്തിന്റെ വിഹിതമായി പരിഗണിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. ഇവിടെ കൂട്ടത്തിൽ സാന്ദർഭികമായ ഒരു മസല കൂടി പറയട്ടെ. ഉളുഹിയത്ത് പോലെ തന്നെ പല നിയമങ്ങളിലും ഉളുഹിയത്തിന് സമാനമായ മറ്റൊന്നാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ അഖീഖത്ത്. ഈ അഖീഖത്തിലും ഇങ്ങനെ തന്നെയാണ്. ഒരാൾ ഒരു കുട്ടിക്ക് വേണ്ടി 7-1 അർത്താ മതി വാജിബ് വീടാൻ. 2 കുട്ടികൾക്കാണെങ്കിലോ ഒരു പോത്തിൽ എന്താക്കാം, പങ്കാളിയാകാം. 2 കുട്ടികൾക്ക് ഒരു പോത്തിൽ പങ്കാളിയാകാം, അതിന് വിരോധമില്ല. ഇനി ഒരാൾക്ക് ഒരു കുട്ടി ഉണ്ടായി അഖീഖ നടത്തിയില്ല, 2 കുട്ടി ഉണ്ടായി അതിനും അഖീഖ നടത്തിയില്ല. അങ്ങനെ ഉണ്ടായി 7 ഉണ്ടാകുന്നിടത്തോളാണ് ഉണ്ടാകട്ടെ എന്ന് വെച്ചു. ഇനി ഒരു പോത്ത് വാങ്ങിയിട്ട് 7 കുട്ടികൾക്കും കൂടി അഖീഖ അറക്കാവുന്നതാണ്. അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, 7ാമത്തെ കുട്ടി ജനിക്കുമ്പോഴേക്കും 1ാമത്തെ കുട്ടിക്ക് പ്രായപൂർത്തിയാകരുത്. അങ്ങനെ വരുമ്പോ പിന്നെ എന്താക്കാൻ പറ്റും? അപ്പോ ഈ 2 കൊല്ലം കൂടുമ്പോഴുള്ള പ്രസവമാണെങ്കിൽ സംഗതി ചിലപ്പോൾ ബുദ്ധിമുട്ടായി എന്ന് വരും. അല്ല കൊണ്ടോട്ടി ഇറച്ചിന്റെ മാതിരി കൊല്ലംകൊല്ലുള്ള പ്രസവമൊക്കെ ആണെങ്കിൽ എന്താവും? വർഷം തോറും നടത്തി വരാറുള്ള പല പരിപാടികളുണ്ടല്ലോ. അതേപോലത്തെ കൊല്ലം തോറും നടന്നു വരുന്ന ഒരു പരിപാടിയാണെങ്കിൽ എന്താവും? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോ എന്തായാലും അവസാനത്തെ കുട്ടി ജനിക്കുമ്പോൾ 1ാമത്തെ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടാവില്ല. അങ്ങനെ പറയാൻ കാരണം, പ്രായപൂർത്തിയായാൽ പിന്നെ ആ കുട്ടിന്റെ അഖീഖ അറക്കാനുള്ള ബാധ്യത പിതാവിനല്ല, നേരെ മറിച്ച് കുട്ടിക്ക് തന്നെയാണ്. പ്രായപൂർത്തിയാകോളം എന്താക്കുക? പിതാവിനാക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് 7 പേർക്ക് വരെ ഒരു മൃഗത്തിൽ പങ്കാളിയാകാം എന്ന് പറഞ്ഞതിന്റെ വിശദീകരണങ്ങളാണ്. ഈ നിലയിലെല്ലാം ആ പങ്കാളിത്തം പറ്റുമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി അതിൽ വേറെന്തെങ്കിലും പറയാനുണ്ടോന്ന് എനിക്കറിയില്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താ? 7 പേര് പങ്കാളികളായി ഒരു മൃഗത്തെ അറുത്താൽ ആ മൃഗത്തെ വീതം വെച്ച് കൊടുക്കേണ്ട ചുമതല 7 പേർക്കുമുണ്ട്. അതായത് 7 പേരുടെ വിഹിതങ്ങളിൽ നിന്ന് ഓരോരുത്തരും സദഖ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 7 ആളുകൾ കൂടിയിട്ട് ഒന്നിനെ അറുത്തു. അങ്ങനെ അറുത്തണ്ട് കഴിഞ്ഞ് ഇറച്ചി ഉണ്ടായി കിട്ടിയപ്പം 7-1 ഒരാളണ്ട് കൊണ്ടുപോയി, മറ്റേ ആളുടെ 7-1 അയാളും കൊണ്ടുപോയി. അങ്ങനെ ഓരോരുത്തരുടെ 7-1 ഓരോരുത്തരും കൊണ്ടുപോയി. ബാക്കി ഒരു 7-1 വന്നു. അതിന് മാത്രാണ്ട് ദാനം ചെയ്തു. അർത്ഥേന്ന് കൊടുത്തിക്കണല്ലോ എന്ന് പറഞ്ഞു. അത് പറ്റൂല. മനസ്സിലായോ? ഓരോരുത്തരുടെ വിഹിതത്തിൽ നിന്നും ദാനം നടക്കണം. ദാനം നടക്കുന്നത് നേരിട്ടോ അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട വക്കീല് മുഖേനയോ ആകുന്നതിന് വിരോധമല്ല, അറവ് പോലെ തന്നെ. ഇവിടെ പിന്നെ വേറൊരു ചോദ്യം ചോദിക്കപ്പെടാറുള്ളത്, ഇത് അവിടെ ചെറുപ്പുസ്തകം അടിച്ചതുപോലെ ഇറച്ചി വാങ്ങി നിയ്യത്ത് വെച്ച് കൊടുത്താൽ പോരേ? മനസ്സിലായോ? ഇറച്ചി വാങ്ങി നിയ്യത്ത് വെച്ച് കൊടുത്താൽ മതി, പക്ഷെ അത് ഉളുഹിയത്താവൂല. മനസ്സിലായില്ലേ? അതെന്താവൂല? ഉളുഹിയത്താവൂല. ഇവരെന്താവും? അത് നിയ്യത്ത് വെച്ച് ഇറച്ചിയായി മാറും. അപ്പൊ അങ്ങനെ ആണെങ്കിൽ നീയത്ത് എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിക്ക് നീയത്ത് വെച്ച് കുറച്ച് അരിയും കൂടി കൊടുത്താൽ ഒരിക്കൽ പെരുന്നാൾ ഉഷാറായിട്ട് കഴിക്കാം. ഉദഹീയത്ത് ഏതായാലും ആർക്കും കൊടുക്കില്ല. കാരണം ഉദഹീയത്തിന്റെ മുഖ്യ വിഷയം ഇറച്ചി ദാനം ചെയ്യലല്ല, അതിനേക്കാൾ വലുത് അറവ് നടക്കലാണ്. അതിന്റെ പൊരുൾ എന്താന്ന് ചോദിച്ചാല്, ഈ ഉദഹീയത്തിന്റെ അറവ് തന്നെ ഉണ്ടായത് എവിടുന്ന? ഉദഹീയത്തിന്റെ അറവ് ഉണ്ടായത് തന്നെ എവിടുന്ന? അത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരുങ്ങി അല്ലെ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ
ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുങ്ങി. ഇന്നി യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ആണോ. വഖാല ഇഫ്അൽ മാ യാ അബതി ഇഫ്അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ എന്ന് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അറക്കാൻ വേണ്ടി സ്വപ്നത്തിലൂടെ കൽപ്പന കിട്ടിയപ്പോൾ അത് നിർവഹിക്കാൻ ആ മകൻ സമ്മതം കൊടുക്കുകയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന് തയ്യാറായി വരികയും ചെയ്തു. തയ്യാറായി വന്നു എന്ന് പറഞ്ഞാൽ അവിടെ പല അഭിപ്രായങ്ങളുണ്ട്. ചിലരൊക്കെ വയല് പറയുമ്പോൾ ചില വയലിലൊക്കെ കേട്ടിട്ടുണ്ടാവും, കുട്ടിയെ ചെരിച്ച് കിടത്തി കഴുത്തിലിങ്ങനെ കത്തി വെച്ചു, ആ കത്തി ഇങ്ങനെ അമർത്തി, പക്ഷേ മുറിഞ്ഞില്ല. അങ്ങനൊക്കെ വയല് കിട്ടില്ലേ? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്ത് നിന്ന് ആടുമായിട്ട് വന്നത് എന്ന് പറയും. അങ്ങനെ വയല് പറയാറുണ്ട്. പക്ഷേ മഷ്ഹൂറായ അഭിപ്രായം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുത്തിട്ടില്ല, കഴുത്തിൽ കത്തി വെച്ചിട്ടുമില്ല. അതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ അടക്കാൻ വേണ്ടി കിടത്തിയിട്ടേ ഉള്ളൂ. മനസ്സിലായോ? ആ സമയമായപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ആടുമായി വന്നു. വഫദൈനാഹാ ബിദബിഹിൻ അലീം എന്ന് അല്ലാഹു തആല പറഞ്ഞത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ അല്ലാഹു തആല കൊടുത്തയച്ചതാണ് ഈ ആടിനെ. അതുപോലെ ഉദ്ഹിയ്യത്ത് അറുക്കുന്നവൻ അവന്റെ ശരീരത്തെ രക്ഷപ്പെടുത്താനാണ് ഈ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് തന്നെ. മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞത് വാജിബ് എത്രയുള്ളൂ? അറുത്താൽ അതിൽ നിന്ന് അല്പമെങ്കിലും ദാനം ചെയ്യലേ വാജിബുള്ളൂ. നിർബന്ധമായ ഉദ്ഹിയ്യത്തല്ലെങ്കിൽ, സുന്നത്തായ ഉദ്ഹിയ്യത്താണെങ്കിൽ മനസ്സിലായോ? സുന്നത്തായ ഉദ്ഹിയ്യത്താണെങ്കിൽ അതിൽ നിന്ന് അല്പമെങ്കിലും ദാനം ചെയ്യലേ വാജിബുള്ളൂ. മുഴുവനും ദാനം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്പം ദാനം ചെയ്താൽ മതി. അല്പം എന്ന് പറഞ്ഞാൽ ഒരു ഇറച്ചി കൊടുത്തായിട്ട് പറയപ്പെടുന്ന അത്ര എന്താക്കണം, കൊടുക്കണം. അല്ലാതെ പേരിന് ഇങ്ങനെ എടുത്തിട്ട് 2 നെയ്യിൻ്റെ കഷ്ണം എടുത്തിട്ട് കൊടുത്തിട്ട് ഇത് ഉണ്ടായിക്കോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പം അത് പറ്റില്ല. അപ്പം ആരിത് മുത്തമൊബ്ബലാകണം. അങ്ങനെയാണ് മൂല്യന്മാരെ ഭാഷയെ പറഞ്ഞാൽ മുത്തമൊബ്ബലാകുന്ന എന്തെങ്കിലും എന്താക്കണം, ദാനം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് പറ്റും. അപ്പം ഇവിടെ ഇറച്ചി ദാനം ചെയ്യുക എന്നതിനല്ല പ്രസക്തി. അതിനേക്കാളും പ്രസക്തി അറവ് നടക്കണം എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെയുള്ളത്, ഇബ്നു ആദം മാ അമില ബിനു ആദമ യൗമൻ നഹരി മിൻ അമലിൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഇറാഖത്തിദ് ദം. അങ്ങനെയാണ് പറഞ്ഞത്. പെരുന്നാളിൻ്റെ അന്ന് മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അറവ് നടത്തലാണ്, ഉരുവിനെ അറക്കലാണ്. അപ്പൊ അറക്കൽ ഒരു വിഷയമാണ്. അതാണ് പ്രധാനമായും നടക്കേണ്ടത്. പിന്നെ ഇറച്ചി കൊടുക്കൽ മറ്റൊരു വിഷയമാണ്. അത് സുന്നത്തായ ഉദ്ഹിയ്യത്താണെങ്കിൽ അല്പമെങ്കിലും ദാനം ചെയ്താൽ മതി എന്നാണ് ഇതിൻ്റെ നിയമം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ വിശദമായി അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് പറയും. ഇനി ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി പ്രധാനമായിട്ടും പറയേണ്ട വേറെ 1-2 കാര്യങ്ങളുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ചോദ്യം ചോദിച്ചോളൂ. ഇനി പ്രധാനമായിട്ട് പറയേണ്ടത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അറുക്കപ്പെടുന്ന ഉരുവിനെ പറ്റാതെ വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതായത് അറുക്കപ്പെടുന്ന ഉരു അറുക്കാൻ പറ്റാത്തതാകരുത്. വയസ്സ് കഴിഞ്ഞാൽ മാത്രം പോരാ, വേറെയും ചില നിബന്ധനകൾ അതിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടായാലും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഉദ്ഹിയ്യത്തൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ തൗഫീഖുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ദിവസം പറയും. പിന്നെ ചോദിക്കാൻ ഒരുപാട് ആളുകൾ റൈസാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ അവർക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യാണ്. പിന്നെ ഈ ടെക്സ്റ്റ് അടിച്ച പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ റേഡിയോ ശ്രോതാക്കളൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും നമുക്ക് ഭംഗി മൈക്കിലൂടെ ചോദിക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സംശയം മൈക്കില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സഹോദരിമാരായതുകൊണ്ടോ ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ കീശ്ശേരി എന്ന അഡ്മിൻ അതിവിടെ റൈസാൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഒരു അജ്മൽ നടവുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഡെസ്കിലുള്ള ഏതെങ്കിലും അഡ്മിന്മാർക്ക് നിങ്ങൾക്ക് PM ചെയ്യാവുന്നതാണ്.
ഇൻഷാ അല്ലാഹ് അവരുടെ മൈക്കിൽ ചോദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഖൈറായ കാര്യങ്ങൾ ധാരാളം സൂക്ഷ്മതയോടെ പഠിക്കാനും നമ്മുടെ പ്രവർത്തനങ്ങളിൽ അമലുകളിൽ വരുന്ന അബദ്ധങ്ങൾ തിരുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കർഷിച്ചതുപോലെ അമലുകൾ ചെയ്ത് അല്ലാഹു പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിലായി ഈമാനോടെ മരിച്ച് സ്വർഗ്ഗത്തിലെത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് തൽക്കാലം ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യും. അതൊന്നും ചെല്ലല്ലോ ഇസ്മായിൽ നബിക്ക് കത്തി വെച്ച് ഇതാ അറക്കുന്ന മുന്നേക്ക് ഇതായി അതിന് മുന്നേ അതൊന്നും എനിക്ക് വ്യക്തമായിട്ട് ഒന്ന് പറയണം ഉസ്താദ്. പിന്നെ ഒന്ന് ഇത് പിള്ളേരെ പറഞ്ഞല്ലോ ഉസ്താദ്, ഇത്ര ആള് ഇത്ര ഏജ് കഴിഞ്ഞാല് അത് പിന്നെ പറ്റില്ല. അത് അപ്പൊ ആ കാലത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് അതായിപ്പോയി, പിന്നെ കൊടുക്കാൻ പറ്റൂല എന്ന് കറാത്തുന്നുണ്ട് ഉസ്താദ്. അതൊന്ന് വ്യക്തമായിട്ട് പറയണം നമുക്ക് അറിയാൻ വേണ്ടി. ഇപ്പൊ ചോദിച്ചത് ചോദ്യം മനസ്സിലായില്ല, ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തല്ലോ. നിങ്ങളെ മൈക്ക് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ആണെന്ന് തോന്നുന്നു. ആ ചോദിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി വ്യക്തമായിട്ട് ചോദിക്കും. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഇത് നീ ഒന്ന് പറഞ്ഞല്ലോ ഉസ്താദ്, ഇസ്മായിൽ നബിന് കൗത്തക്ക് കത്തി വെച്ചപ്പല്ല അതിന് മുന്നേക്ക് ഇതായിട്ടുണ്ടോ, ഇതിന് വിഷയം ഒന്ന് വിശദീകരിക്കുന്നു ഉസ്താദ്. പിന്നെ ഇത് പിള്ളേരുടെ വിഷയത്തില് 4 ഏതോ മക്ക ഏജ് കഴിഞ്ഞാലുള്ള ഇത് പറ്റൂല എന്നല്ലേ ഉസ്താദ് പറഞ്ഞത്. അതാ കറാത്ത അല്ല എന്ത് സംഗതി എന്നുള്ളതൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചതാ ഉസ്താദ്. അസ്സലാമു അലൈക്കും. കാസർഗോഡ് ഭാഷ ആയതുകൊണ്ട് ഭാഷ മനസ്സിലാക്കാനും ചെറിയൊരു പ്രയാസമുണ്ട്. ഏതായാലും ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ ചോദിച്ചത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുമോ എന്നാണ് ചോദിച്ചത്. ഇത് വിശദീകരിക്കാനൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു വിഷയമാണത്. പക്ഷെ പ്രസിദ്ധമായ അഭിപ്രായ പ്രകാരം, മഷ്ഹൂറായ അഭിപ്രായ പ്രകാരം കഴുത്തിൽ കത്തി വെക്കുന്നതിന് മുമ്പ് തന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ആടുമായി വന്നു എന്നാണ് ഉള്ളത് എന്ന് ജമുൽ ജവാമിയിലൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അത് തീർന്നല്ലോ. ഈ രണ്ടാമത്തെ കാര്യം അഖീഖയെ കുറിച്ചുള്ള ചോദ്യം. അഖീഖ അറുക്കുമ്പോൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അറുക്കണം എന്ന് പറഞ്ഞു. പ്രായപൂർത്തിയായാൽ പിന്നെ അറുക്കൽ കറാഹത്താണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം അഖീഖ അറുക്കേണ്ടത് കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ അഖീഖ അറുക്കുന്നത്. അപ്പൊ അറുക്കേണ്ടത് ബാപ്പയാണ്. നിഫാസിന്റെ സമയത്ത് അഖീഖ അറുക്കാൻ കഴിവുള്ളവനാണ് അഖീഖ അറുക്കൽ സുന്നത്തുള്ളത്. ആ ബാപ്പ അഖീഖ അറുക്കണം. അങ്ങനെ അഖീഖ അറുക്കേണ്ട വാപ്പ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ അറുത്തില്ല എന്നിരിക്കട്ടെ, അതിൽ അറുക്കാൻ സമയമുണ്ട്, അതുവരെ അറുത്തില്ല എന്നിരിക്കട്ടെ. എന്നാൽ പിന്നെ പ്രായപൂർത്തിയായ കുട്ടിയുടെ അഖീഖ അറുക്കേണ്ടത് വാപ്പയല്ല, ആ കുട്ടി തന്നെയാണ്. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? ആ കുട്ടിക്ക് അവന്റെ നഫ്സിന് വേണ്ടി അഖീഖ അറുക്കാം, അല്ലാതെ വാപ്പ എന്താക്കരുത്, ആ കുട്ടിയുടെ അഖീഖ അറുക്കേണ്ട സമയം കഴിഞ്ഞുപോയി. കാരണം പ്രായപൂർത്തിയായ ഒരാളുടെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ അയാളുടെ സമ്മതം വേണമെന്നാണ് ഏറ്റവും ചുരുക്കം. സമ്മതിച്ചാൽ പിന്നെ വേറുള്ളവർക്കൊക്കെ എന്താക്കാം, അറക്കാം. സമ്മതം ചോദിച്ചിട്ട് ബാപ്പാക്ക് അറക്കണമെങ്കിൽ അറക്കാം എന്നല്ലാതെ നേരത്തെ ഉള്ളതുപോലെ സ്വന്തം ഇഷ്ടപ്രകാരം സമ്മതം ചോദിക്കാതെ ബാപ്പ അറത്താൽ ആറവുണ്ടാവില്ല, ശരിയാവൂല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹഖീഖത്തിനെ പറ്റി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
രണ്ടുകുട്ടികളായാലും നാലുകുട്ടികളായാലും ഓഹരി വേർതിരിച്ച് കരുതണോ? അതാ ഇങ്ങനെ രണ്ടുകുട്ടികളത് മാത്രം കരുതി അതാ രണ്ടു കുട്ടികളെ കരുതി ബാക്കിയുള്ള ഒറ്റ ഓഹരി വേറെ സ്ഥലത്തായിട്ടോ അങ്ങനെ എന്തെങ്കിലും കരുതേണ്ട ആവശ്യമുണ്ടോ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉമർമക്കർ രണ്ടാമത് മൈക്ക് ക്ലിയർ ഇല്ലായിരുന്നു, ബ്രർ എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് ചോദിക്കാൻ. ഇൻഷാ അല്ലാഹ് ഞാൻ വന്നില്ല, എൻ്റെ ചോദ്യം ചോദിക്കാതായാലും പിന്നെ ബാക്കിനെ ചോദിക്കാനുള്ളത് ഞാൻ തന്നെ ആയിരുന്നല്ലോ. ഇവിടെ വന്നിട്ട് ചോദിച്ചതേ, ഒരു പോത്തിനെ മേടിച്ചു 3 ആളുകൾ ഓഹരിയാക്കി അറവ് നടത്താൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. 3 ആൾ ഒരു പോത്തിനെ വാങ്ങി, 7 ആളെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടായൊരു സംശയമാണ്. 7 ആൾക്ക് ഒരു പോത്ത് 7 ആൾക്ക് അങ്ങാന്ന് പറഞ്ഞപ്പോൾ 3 ആൾ ഒരു പോത്തിനെ വാങ്ങിയാൽ അറുത്താൽ ശരിയാവുമോ എന്ന ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. 3 ആൾ ഒരു പോത്തിനെ വാങ്ങി അറുത്താൽ ശരിയാകായിന്നില്ല. എന്താ ശരിയാകായി? കാരണം 7-ൽ 1 ഒരാൾക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ 7-ൽ 1-നേക്കാൾ കൂടുതൽ ഉണ്ടായാലും പറ്റും. പക്ഷെ 7-ൽ 1-നേക്കാൾ കൂടുതലുള്ളത് അടുത്ത 7-ൽ 1-ലേക്ക് എത്തിയാൽ 2 വിഹിതം ഉദ്ഹിയത്തിൻ്റെതായി പരിഗണിക്കും. അതല്ല 7-ൽ 1 വിട്ടിട്ട് അടുത്ത 7-ൽ 1-ലേക്ക് എത്തിയിട്ടില്ല, അതിനേക്കാൾ കുറവാണുള്ളതെങ്കിൽ ആ സിയാദത്ത് ഉദ്ഹിയത്താകുകയില്ല. അത് കേവലം വിതരണം ചെയ്യുകയാണെങ്കിൽ അത് സദഖയായി പരിഗണിക്കപ്പെടാവുന്നതാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ 3 ആൾ ഒരു പോത്തില് ഷെയർ ആകുകയാണെങ്കിൽ അവര് ഏറ്റവും ഉചിതമായ രീതി എന്താണെന്ന് വെച്ചാൽ ഉദ്ഹിയത്തിന്റെ ഈ 2 വിഹിതത്തിന് ഷെയർ ആകുക. അപ്പൊ എത്രയായി? 6 ജുസായി. പിന്നെ ബാക്കിയുള്ള 1 അതിന്റെ തുക എല്ലാവരും കൂടി ഷെയർ ചെയ്തെടുത്താൽ കുഴപ്പമൊന്നുമില്ല, അത് ഉദ്ഹിയത്തായി പരിഗണിക്കപ്പെടില്ല എന്നേ ഉള്ളൂ. ഈ 2 വിഹിതം ഉദ്ഹിയത്തായി പരിഗണിക്കപ്പെടുകയും ചെയ്യും. ഓക്കെ, ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. A to Z എന്താണ്? നിങ്ങൾ മൈക്കിലേക്ക് വന്നിട്ടൊരു ഒന്നും സാറില്ല ചോദിക്കാൻ, എന്തേ സംഭവിച്ചു പോയത്? എന്തായാലും പ്രോബറി ശക്തിയോടുകൂടി വരുമെന്ന് വിചാരിക്കുക തിരിച്ച്. അപ്പോൾ ഏതായാലും ഇപ്പം ഞാനൊന്നും കൂടി ചോദിക്കാം. ഈ ഉസ്താദെ, ഇവിടെ ചോദിക്കാനുള്ളത്, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഉളൂഹിയത്തിൻ്റെ ഉരു നമ്മൾ വാങ്ങുമ്പോൾ അതിന് വില പേശാൻ പറ്റുമോ? അതോ നമ്മൾ അവർ പറയുന്ന വില കൊടുത്ത് വാങ്ങുക, അത് വില പേശിയിട്ട് ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ വാങ്ങാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. കീശേരിന്റെ ചോദ്യം കേട്ടിട്ട് ഗൾഫൊക്കെ നിർത്തിയിട്ട് ഒരു പോത്തും കച്ചവടം തുടങ്ങാനുള്ള പദ്ധതി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാരണം വില പേശാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ കച്ചവടക്കാരുള്ള കഴിച്ചിലാകുക. വില പേശാൻ പറ്റായിരുന്നില്ല. എന്താ വില പേശാൻ പറ്റായി? അത് വാങ്ങണോന്റെ ഹിക്മത്താ വില പേശി വാങ്ങൽ. കാരണം കച്ചവടക്കാരൻ ചിലപ്പോൾ കിട്ടണ വില ഇട്ടട്ടേയായിരിക്കും. അതേ സമയത്ത് വില കുറഞ്ഞത് നോക്കി വാങ്ങുന്നതിനേക്കാൾ നല്ലത് നല്ല ഇനെ തന്നെ വാങ്ങല. നമ്മളിപ്പോൾ ഉണ്ടല്ലോ വില കുറയാൻ വേണ്ടിയിട്ട് എന്താവും, കുറച്ചൊരു പിന്നെ മോശമുള്ള ഇനെ വാങ്ങും. അങ്ങനല്ല, ഉദ്ഹിയത്തിൽ ഏറ്റവും നല്ല ഇനെയാണ് എന്താക്കേണ്ടത്, വാങ്ങേണ്ടത്. ആ നിലക്ക് ഏറ്റവും നല്ലതിനെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതിൻ്റെതായ വില കൊടുക്കേണ്ടി വരും. ആ പറഞ്ഞ വിലയെ തന്നെ തന്ന ആള് പിന്നെ വിൽക്കുന്ന ആള് അയാളോടൊന്ന് വില ഒന്ന് കുറച്ചിടാൻ പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് തരാം. അത് അതിപ്പോ ഏത് സാധനം വാങ്ങണമെന്റെ ഹിക്മത്താണല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ മൈക്കോട്ടെ. ഇനി ചോദ്യം ഉണ്ടോ? A to Z മദീന മൈക്ക് കൊടുത്തോളൂ.
അസ്സലാമു അലൈക്കും ഉസ്താദേ. ഇത് നമ്മള് ഈ ഇറച്ചി പാകം ചെയ്ത അത് ഇറച്ചിയായിട്ട് തന്നെ കൊടുക്കണോ അല്ലെങ്കിൽ അത് വേവിച്ചിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിന്? ഓക്കെ, മൈക്കിൾ. അസ്സലാമു അലൈക്കും. വേവിക്കാതെ തന്നെ അല്പമെങ്കിലും കൊടുത്തിരിക്കണം. വേവിച്ചിട്ട് കൊടുത്താൽ പോരാ. വേവിക്കാതെ തന്നെ. ഇൻഷാ അല്ലാഹ് അത് അതിന്റെ വിതരണ രീതികളെ കുറിച്ച് വിശദമായി നമ്മൾ പറയും അടുത്ത ദിവസം. ഓരോ ദിവസം ഇങ്ങനെ അല്പം ആയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഉദ്ഹിയ്യത്തിന്റെ വിതരണ രീതി ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. അന്നത് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ഇപ്പോൾ ചോദിച്ചതിന്റെ മറുപടി ഞാൻ പറഞ്ഞു. വേവിച്ചു കൊടുത്താൽ പോരാ, വേവിക്കാതെ തന്നെ കൊടുക്കണം എന്നാണ് കണക്ക്. ഇൻഷാ അല്ലാഹ് KKM സൈദി ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉസ്താദ് വളരെ പെട്ടെന്ന് എത്തുമെന്ന് വിചാരിക്കാം. അതിന് മുമ്പ് ഒരു സംശയത്തിന് കൂടി മറുപടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. എന്താണ് സംശയം? ഇപ്പം നമ്മൾ പറഞ്ഞത് ആടിനെ അറക്കണമെങ്കിൽ അതിൽ ഒരാളെ പറ്റുള്ളൂ, ഇത് ഷെയറിങ് പറ്റൂല എന്നാണ് പറഞ്ഞത്. അതേ സ്ഥാനത്ത് ഒട്ടകത്തെയോ മാടിനെ അറക്കുകയാണെങ്കിൽ അതിൽ 7 പേർക്ക് വരെ ഷെയർ ആകാം, അതിലധികം പറ്റൂല എന്ന് പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഹിയ്യത്ത് അറുത്തതായി പറയുന്ന ഹദീസിൽ അവിടെ തങ്ങൾ അല്ലാഹു അക്ബറിന്റെ തക്ബീർ ചൊല്ലി അല്ലാഹുമ്മ ഹാദാ മിൻക വ ഇലൈക, അല്ലാഹുവേ ഇത് നിന്നിൽ നിന്ന് കിട്ടിയതാണ്, നിന്നിലേക്ക് തന്നെ സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഫതഖബ്ബൽ മിന്നി എന്ന് പറഞ്ഞ എന്നിൽ ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഹിയ്യത്ത് അറുത്തതുണ്ട്. അതുപോലെ വജ്ജഹത്ത് ഓതിക്കൊണ്ട് ഉദ്ഹിയ്യത്ത് അറുത്തതുണ്ട്. നമസ്കാരത്തിൽ നമ്മൾ ഓതുന്ന വജ്ജഹത്ത് ഇല്ലേ, അതിൽ വാന മിനൽ മുസ്ലിമീൻ നമ്മൾ ചൊല്ലിയ വരവാന അവ്വലുൽ മുസ്ലിമീൻ എന്നാണ് അതിൽ നബിസ്വല്ലാസ്മങ്ങൾ ചൊല്ലിയിട്ടുള്ളത്. അങ്ങനെ ഉദ്ഹിയ്യത്ത് അറുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ 2 സ്ഥലത്തും കാണുന്ന ഒരു ഇബാറത്തുണ്ട്. അതെന്താ? നബിസ്വല്ലാസ്മങ്ങൾ ആ ഉദ്ഹിയ്യത്തിൽ പറഞ്ഞു അല്ലാഹുമ്മ ഹാദ അൻ മുഹമ്മദിൻ വ ഉമ്മത്തിഹി, അല്ലാഹുമ്മ ഹാദ അൻ മുഹമ്മദിൻ വ ഉമ്മത്തിഹി, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ തൊട്ടുമാണ് ഈ അറിവ് എന്ന് പറഞ്ഞു. ചോദ്യം മനസ്സിലായോ? റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാല് എത്ര കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞെന്താ, അത് ആടിനെ അർത്ഥപ്പെടും അങ്ങനെ പറഞ്ഞത്. ആടിന് ഷെയറിങ് തന്നെ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞത്. ഒട്ടകത്തെയും ആടിനെയൊക്കെ അറക്കുമ്പോഴോ അതിൽ ഷെയറിങ് പറ്റിയാൽ തന്നെ 7 ആണ് മാക്സിമം അതിന്റെ കണക്ക്, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുമാണ് പറഞ്ഞത്. ഹദീസിൽ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുത്തപ്പോ അല്ലാഹുമ്മ ഹാദാ അൻ മുഹമ്മദിൻ വ ഉമ്മത്തിഹി, അല്ലാഹുവേ ഇത് മുഹമ്മദ് നബി തങ്ങളെ തൊട്ടും തങ്ങളുടെ ഉമ്മത്തിന് തൊട്ടുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറുത്തൂന. അത് വലിയൊരു സംശയമാണല്ലോ. 7 ആളെ തൊട്ടേ ഷെയർ ആക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന്റെ തൊട്ട് മൊത്തം അറുത്തു എന്ന് പറഞ്ഞാല് ആ ഷെയറിങ് എങ്ങനെയാണ് നടക്കുക എന്നൊരു സംശയം എല്ലാവർക്കും ഇല്ലേ? ഇതുവരെ ഇല്ലേന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ വന്നു അല്ലേ? അല്ല, സംശയം ഉണ്ടോ? ആർക്കും ഇല്ലാന്ന് തോന്നുന്നു. ഒരാൾക്ക് മാത്രമേ അപ്പൊ സംശയമുള്ളൂ. ഞാൻ അത്രയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പൊ വന്നു. എന്നാ ഇൻഷാ അല്ലാഹ് നാളെ അതിന്റെ മറുപടി വരും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഈ അബൂസമീലെ ചോദിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. 3 ആള് കൂടി ഇറക്കുമ്പോൾ ഒരാൾ 3 ഓരി എടുത്താൽ എങ്ങനെ 7 ഓരിയാല് 3 ആള് കൂടി 3 ഓരി എടുത്താൽ 9 അല്ലേ അത്? റസൂലുള്ളാഹിന്റെ പ്രത്യേകത ഒന്നല്ല, ഞമ്മക്കും വേണമെങ്കിൽ അങ്ങനെ ഇറക്കാം കേട്ടോ. കൊണ്ടോട്ടി ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം ഞാൻ നാളെ പറഞ്ഞുതരാം. അത് നമ്മൾ വിചാരിച്ച ഷെയറിങ് അല്ല, അത് വേറൊരു ഷെയറിങ്ങാണ്. അങ്ങനത്തെ ഒരു ഷെയറിങ് ഉണ്ട്. അതിൽ വേണമെങ്കിൽ നമുക്കും അങ്ങനെ ഉദയത്തിറക്കാം. നമ്മൾ ഉദയത്തിറക്കുമ്പോഴേ വേണമെങ്കിൽ കുറേ ആൾക്കാരെ കൂട്ടാം. അത് 7 ആളെ ഷെയറാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതൊന്ന് വേറെയും വാൻ ഉമ്മത്തി മുഹമ്മദിൻ എന്ന് പറഞ്ഞൊരു ഷെയറിങ് വേറെയുമാണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ പറയും. ഞാൻ നാളെ അഥവാ പറയാൻ
പിന്നെ മറന്നാൽ നിങ്ങൾ ആരെങ്കിലും എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ. ആ ആ ആ അങ്ങനെ അബൂ സമീല ചോദിച്ചതാ. അതൊക്കെ ഞാൻ നേരത്തെ വിശദീകരിച്ചതിലുണ്ടല്ലോ. 3 ആള് കൂടിയിട്ട് ഒന്നിനെ അറുത്തു, 2 ആള് ഈ 2 എടുത്തു, അപ്പൊ എത്രയായി? 4. 1 ആള് 3 എടുത്തു, അപ്പൊ 7. അതൊക്കെ പറ്റും. അതൊക്കെ നേരത്തെ വിശദീകരിച്ചതിലുണ്ട്. അതെല്ലാം പറ്റും, അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. 7 ആളെന്നെ തികയണമെന്ന് കണക്കൊന്നുമില്ല. ഒരാൾക്ക് 7-ൽ 1 അധികം വരരുത്. അധികം വരരുത് പറയുന്ന അർത്ഥം അല്ല, 7 കുറയരുത്. അവിടെയാണ് പ്രശ്നം. ഒരാൾക്ക് 7-ൽ 1 കുറയരുത്, അവിടെയാണ് പ്രശ്നം. അധികം വന്നാൽ പ്രശ്നമൊന്നുമില്ല. അത് ഒരു വിഹിതം കൂടി തികഞ്ഞാൽ അപ്പൊ 2 വിഹിതം ഉദയത്തായി പരിഗണിക്കും. അല്ല 7-ൽ 1 ഉദയത്തായി തികയും, അതിന്റെ മീതെയുള്ളത് 7-ൽ 1 എത്താതിരിക്കുകയും ചെയ്താൽ ആ 7-ൽ 1 സുന്നത്തായ സദഖയായി പരിഗണിക്കപ്പെടും. അതായത് സാധാരണ ഉദയത്തല്ലാത്തതായി പരിഗണിക്കപ്പെടും, ഉദയത്താവില്ല എന്ന് മാത്രം. അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. ഇൻഷാ അല്ലാഹ് KK സയ്യിദി ഉസ്താദ് വൈകാതെ വരും എന്ന് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുപാട് നേതാക്കന്മാര്, ആലിമീങ്ങൾ, സയ്യിദന്മാര്, പല ആളുകളും, നമുക്ക് വേണ്ടപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര് എല്ലാവരും, പല ആളുകളും പല അസുഖത്തിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ശിഫാ നൽകുമാറാകട്ടെ. നമുക്കെല്ലാം പടച്ച റബ്ബ് 2 ലോകത്തും ഇസ്സത്ത് നൽകുമാറാകട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട പലരും പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ്. അർഹമർ റഹീമീനായ അല്ലാഹു എല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെയും ബന്ധപ്പെട്ട എല്ലാവരെയും സലാമത്താക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട AP ഉസ്താദ് നേരത്തെ നമ്മുടെ ഔദ്യോഗിക ക്ലാസ് റൂമായ മീഡിയ മിഷനെ കുറിച്ച് പറഞ്ഞ ക്ലിപ്പ് നമ്മളോട് കേൾപ്പിച്ചു. അത് കേൾക്കാത്ത വേറെയും ആളുകൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് റീപ്ലേ ചെയ്യും. ബഹുമാനപ്പെട്ട സയ്യിദി ഉസ്താദ് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഉസ്താദ്